25 വർഷത്തെ സേവന പരിചയമുള്ള ടെക്നീഷ്യന്മാർ കൂടാതെ എല്ലാ ടെസ്റ്റുകൾക്കും 15% വിലക്കിഴിവും. വൈറ്റമിൻ ടെസ്റ്റുകൾക്ക് പ്രത്യേക പാക്കേജും ഇവിടെ ലഭ്യമാണ്. വേഗമാകട്ടെ, ഈ അവസരം പ്രയോജനപ്പെടുത്തൂ. കാരുണ്യ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കൽ ലബോറട്ടറി, ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. 2 പവന്റെ മാലയാണ് നഷ്ടമായത്. ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വീട്ടുമുറ്റത്തെ ചെടി നനയ്ക്കുന്നതിനിടെയാണ് പിന്നിലൂടെ എത്തി കള്ളൻ കഴുത്തിൽ കിടക്കുന്ന മാല പൊട്ടിച്ച് ഓടിയത്. കയറമ്പാറ റോഡിൽ താമസിക്കുന്ന രാജഗോപാലന്റെ ഭാര്യ രൂപയുടെ 2 പവന്റെ മാലയാണ് മോഷണം പോയത്. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. കുറച്ചു മാസം മുൻപ് ഇതേ പ്രദേശത്ത് വീടിന്റെ വാതിൽ പൊളിച്ചു കയറി കഴുത്തിലെ മാല പൊട്ടിച്ചോടിയ കേസിലെ പ്രതികളെയും പിടികിട്ടിയിട്ടില്ലെന്നും ജനങ്ങൾ ജാഗരൂകരാവണമെന്നും പോലീസ് കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കൗൺസിലർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇന്നലെ നമ്മളെ വാർഡിലെ ശ്രീ രാജഗോപാലൻ കൃപ എന്നിവരുടെ ഭാര്യയുടെ മാല 2 പവനും 1 ഗ്രാമും തൂക്കമുള്ള മാല ഈ ചെടിക്ക് നനച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിക്കൂടെ വന്ന് കള്ളൻ പൊട്ടിച്ചു കൊണ്ടുപോയതാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ CIയും ഒക്കെ വന്നിരുന്നു. ഈ 2 മാസം മുമ്പ് നമ്മളുടെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറത്ത് ഒരു പാഞ്ചാലി ചേച്ചിയുടെ വീട്ടിൽ ഇതേപോലെ പുലർച്ചെ വന്ന് വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് അവരുടെ മാല പൊട്ടിച്ചുകൊണ്ട് പോയി. ഇതുവരെ അതിനൊരു തുമ്പുമായിട്ടില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഇതൊരു ചെറിയൊരു വിജനമായ പ്രദേശമായതുകൊണ്ട് ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടി വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കള്ളനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ കൂടും, സൗണ്ട് കേൾക്കും, എല്ലാവരും കൂടെ വന്ന് അന്വേഷിക്കും. ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ജനങ്ങളും ഒന്ന് ജാഗരൂകമായി ഇരിക്കേണ്ട ആവശ്യമാണ്. അതുപോലെ പോലീസും ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ ഒരു റോന്തൊക്കെ ചുറ്റി ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്ന ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കള്ളൻ പിന്നിലൂടെ എത്തി വായ പൊത്തിക്കൊണ്ട് കഴുത്തിലെ മാല പൊട്ടിക്കുകയായിരുന്നു എന്ന് വീട്ടമ്മ പറഞ്ഞു. സ്ലീവ്ലെസ് ബനിയനും ബർമോഡയും മാസ്കും ധരിച്ചാണ് കള്ളൻ എത്തിയത് എന്നും അവർ വ്യക്തമാക്കി. എൻ്റെ വൈഫിൻ്റെ ആണ് ഈ സംഭവം മാല പൊട്ടിച്ചുകൊണ്ട് പോയത്. വൈകുന്നേരം 5:45 കൂടിയാണ്. ഒരു ചെടിക്ക് നനച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വന്ന് പോയത്. ഇവിടെ ഒരു വിജനമായ ഏരിയയാണ്, ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലൊക്കെ. പൊട്ടിച്ചിട്ട് എങ്ങോട്ടാണ് ഓടിയെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ നാട്ടുകാർ കുറേ നേരം തിരയുകയൊക്കെ ചെയ്തു. പിന്നെ പോലീസ് വന്നു, അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും പോലീസ് വന്നിരുന്നു. ബർമോഡയാണ് ഇട്ടിരിക്കുന്നത്, സ്ലീവ്ലെസ് ബനിയൻ, മാസ്ക് ഉണ്ട് കറുപ്പ്, അത്രേ അറിയുള്ളൂ. കണ്ടുപരിചയൊന്നുമില്ല എനിക്ക്. മാസ്ക് സൈസ് കാണുന്നില്ല. പെട്ടെന്ന് പിന്നെ തല പൊന്തിയിട്ടില്ല, ഉയർത്തുന്നുണ്ടെ കാണുള്ളൂ. കഴുത്ത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് ഞാൻ ഈ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട രൂപമാണ് ഇത്ര. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 2 മാലയും താലി ഇല്ലില്ല. ഇവിടെ ഈ വീട്ടിലേക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഈ ഭാഗത്ത് 2 മാസം മുമ്പ് സ്ഥിര മോഷണം പതിവുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് പതിവൊന്നുമില്ല.